CK ഷാക്കി സംസാരിച്ച രണ്ടുപേരും UDF സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരുടെ നിലപാടുകളോടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഷാക്കി, ഇതിനകത്ത് രണ്ടുപേരുടെയും ശബ്ദം ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ്. LDF സർക്കാരിന്റെയും കഴിഞ്ഞ LDF സർക്കാരിന്റെയും തീരുമാനമല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ചർച്ച സമൂഹത്തിലും അതുമാതിരി തന്നെ മാധ്യമങ്ങൾക്കും കൊടുത്തതും ശരിയായില്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ശരി, കഴിഞ്ഞ LDF സർക്കാരിന്റെയും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെയും ശബ്ദം ഒന്ന് തന്നെയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞ് അതിനെ നേരിട്ടാലും അത് പക്ഷേ വിശ്വസനീയമല്ല. ഒടുവിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മദ്യം വിൽക്കുവാനുള്ള ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ടാക്സ് നിശ്ചയിച്ച് നൽകുന്നതിലൂടെ അതിലേക്ക് വരികയാണല്ലോ സ്വാഭാവികമായിട്ടും UDF സർക്കാർ. മദ്യനയം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയാലും അപ്പോൾ എന്താണോ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് അത് തന്നെ ആവർത്തിക്കുകയാണ് പല രംഗത്തും. ഇപ്പോൾ കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിലാണെങ്കിലും PM ശ്രീയുടെ കാര്യത്തിലൊക്കെ ഇത് തന്നെ വരികയാണ്. അപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ലീഗ് ഒരു തിരുത്തൽ ശക്തിയായി വരുമോ, അതോ ഇപ്പോൾ വേണുഗോപാൽ പറഞ്ഞതുപോലെ ലീഗിന്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, അത് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടി വരുമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അത് പറഞ്ഞത് കേട്ടോ. ശരി ഷാക്കിർ. അല്ല, ഈ നേരത്തെ പ്രിയപ്പെട്ട രണ്ട് പേര് പറഞ്ഞതിനോടും എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. മാത്രമല്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമുണ്ട്. അത് അവരുടെ സമയത്ത് പറഞ്ഞോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷക്കാലം ജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് ഈ 102 സീറ്റുകൾ. സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ ദുർഭരണത്തിൽ നിന്ന് നമ്മുടെ നാടിനൊരു മോചനവും അവരെടുത്തിട്ടുള്ള സമീപനങ്ങളിൽ വ്യത്യസ്തമായി ജനോപകാരപ്രദമായ കാര്യങ്ങളുമാണ്. അതിലേറ്റവും പ്രധാനമാണ് പുതിയ തലമുറയെ രക്ഷിച്ചെടുക്കാൻ, ലഹരി മാഫിയകളിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിച്ചെടുക്കാനുള്ള തൂഫാൻ പോലെയുള്ള പോരാട്ടങ്ങൾ. ഒരു സർക്കാർ ആരംഭിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ഉടനെ തന്നെ 1 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കുന്ന വിവിധ പദ്ധതികൾ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നമ്മുടെ UDF ഗവൺമെൻറ് നടപ്പിലാക്കി. അതേപോലെ തന്നെ കേരളത്തിൽ സ്ത്രീ ജനങ്ങൾക്ക് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കി. എന്നാൽ നിങ്ങൾ നോക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3000 രൂപ പെൻഷനാക്കുമെന്ന് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. അവർ പോകുന്നതിൻ്റെ തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ചെറിയ വർധന വരുത്തിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെ വേണമെങ്കിൽ VD സതീശൻ്റെ സർക്കാരിനും ആകാമായിരുന്നു. പ്രഖ്യാപനങ്ങൾ ആളുകളെ പറ്റിച്ച് കാലങ്ങളെല്ലാം നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന രീതി നടപ്പിലാക്കാമായിരുന്നു. ഇപ്പോൾ 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പിന്നെ VD സതീശൻ തന്നെ പലപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ഇതൊരു ഫാസിസ്റ്റ് സർക്കാരല്ല, ജനാധിപത്യ സർക്കാരാണ്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള സ്വഭാവം നമുക്കറിയാവുന്നതാണ്. അവർ പല നേതാക്കന്മാരും പലപ്പോഴും പരസ്യമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. എന്നാൽ LDFിലോ അല്ലെങ്കിൽ CPMലോ BJPയിലോ കാണുന്നത് പോലെ നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ഉത്തരവിട്ടാൽ അത് ഏതെങ്കിലും മാഫിയയുടെ തീരുമാനങ്ങളാണെങ്കിൽ പോലും അത് ന്യായീകരിക്കേണ്ട ഗതികേടാണ് BJPയുടെയും CPM. അല്ലല്ല, ഈ മദ്യനയത്തിന്റെ കാര്യം വരികയാണെങ്കിൽ പോലും, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും CPMന് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പറഞ്ഞുവല്ലോ, ബക്കാഡി കമ്പനി ആദ്യം കത്തുകൊടുത്തത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനായിരുന്നു. അപ്പോൾ അതിനുശേഷം ശരവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നയം തന്നെ രൂപീകരിക്കുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യം 0.5 മുതൽ 10% വരെയും 10% മുതൽ 20% വരെയും ആൽക്കഹോളിക് കണ്ടന്റുള്ള അങ്ങനെ ക്ലാസിഫിക്കേഷൻ വരെ വരുത്തിയതാണ്. പക്ഷേ അവിടെ ഒരു കൂട്ടായ തീരുമാനം വന്നില്ല, അത് നടപ്പാക്കുകയും ചെയ്തില്ല. അപ്പോൾ LDFിൽ ഒരു അഭിപ്രായ സമന്വയം അക്കാര്യത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ വിൽപ്പന നടക്കാതെ പോയതും. നികുതി ഘടനയും നിശ്ചയിച്ചില്ല. ഈ നികുതി ഘടനയുടെ കാര്യത്തിലും ഇതേ രീതിയിലുള്ള നികുതിയാണ് അവിടെയും നിശ്ചയിക്കാനിരുന്നത്. അന്നത്തെ കാലത്തും 251% അല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അതേ നികുതി അല്ല നിശ്ചയിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നടപ്പായില്ല. അത് നടപ്പാകാത്തതിന് കാരണം LDFിൽ വന്ന അഭിപ്രായ വ്യത്യാസമാണ്. അവിടെ എതിർപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നടപ്പായില്ല. അപ്പോൾ അവിടെയും ജനാധിപത്യ സ്വഭാവം തന്നെ ഉണ്ടായി. എതിർപ്പ് വന്നതുകൊണ്ട് തീരുമാനം മാറ്റിവെച്ചു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ചർച്ചയും ഉണ്ടായില്ല. മന്ത്രി അറിഞ്ഞില്ല, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, UDFിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ VM സുധീരൻ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയത്. നികുതി ഘടന നിശ്ചയിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് തെറ്റാണ്. താങ്കൾ പറഞ്ഞു മറ്റ് മുന്നണികളിൽ ഏത് രീതിയിലാണ് ഒരാൾ തീരുമാനിക്കും അത് നടപ്പാക്കുമെന്ന്. പക്ഷെ ഇക്കാര്യത്തിൽ സംഭവിച്ചത് വ്യത്യസ്തമാണ് കേട്ടോ. ഒരാൾ തീരുമാനിച്ചത് എവിടെയാണ്? ഈ UDF സർക്കാരിൻ്റെ കാലത്താണ്. ഞാൻ പറയട്ടെ മഞ്ജുഷ, മുഴുവനായി ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഈ ബക്കാഡി കമ്പനി 3 തവണ LDFിൻ്റെ സർക്കാർ കത്തെഴുതുന്നുണ്ട്. ആ 3ാമത്തെ തവണ കത്തെഴുതുമ്പോൾ
എം.വി. ഗോവിന്ദൻ അവിടെ ഇത് ഇങ്ങനെ ഒരു പുതിയ കാറ്റഗറി രൂപീകരിക്കുന്നുണ്ട്. അത് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഇങ്ങനെ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, അതായത് ആർക്കും സംശയം വരാത്ത രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി നേരത്തെ സംശയമുണ്ട്, അതുകൊണ്ടാണല്ലോ വി എം സുധീരൻ രംഗത്തെത്തിയത്. ശരിയാണ്, ഞാനും പറഞ്ഞല്ലോ എം.വി. ഗോവിന്ദന് കത്ത് നൽകി എന്നുള്ള കാര്യം പറഞ്ഞു, തീരുമാനമെടുത്തു എന്ന കാര്യവും പറഞ്ഞു. പക്ഷെ വിൽപ്പന നടന്നില്ലല്ലോ ശ്രീ സി.കെ. ശാക്കർ. അപ്പോൾ പിന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിലേക്ക് ഈ പറയുന്നത് പോലെ ആരോപണം കൊണ്ടുവന്ന് എത്തിക്കരുത്. ഇനി നിങ്ങൾ നികുതി ഘടന നിശ്ചയിക്കാതെ ഇരിക്കുകയും നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ വിമർശനം ഉണ്ടാവുകയില്ലായിരുന്നു. LDF സർക്കാരിന്റെ കാര്യത്ത് ബക്കാഡി കമ്പനിക്ക് അനുകൂലമായിട്ട് ഒന്നും ഉണ്ടായില്ല. പക്ഷേ UDF സർക്കാരിന്റെ കാലത്ത് എന്താണ്, ആദ്യ ബജറ്റിൽ തന്നെ തീരുമാനമുണ്ടായി ശ്രീ സി.കെ. ശാക്കർ. അതുകൊണ്ടാണ് വിമർശനം വരുന്നത്, അതുകൊണ്ടാണ് സുതാര്യമല്ല എന്ന് VM സുധീരൻ പറഞ്ഞത്. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ഇടപെടാൻ നിൽക്കും പ്ലീസ്. അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ UDFന്റെ ഗവൺമെൻറ് പുതുതായി വന്നിട്ട് നികുതി ഘടന നിശ്ചയിച്ചു എന്നുള്ളത് ശരിയാണ്. ആ നികുതി ഘടന നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റ് പല ആളുകളും വിമർശനം ഉന്നയിച്ചു. VD സതീശൻ തന്നെ തുടക്കത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സർക്കാർ അധികാരമേറ്റ് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെടുക്കുന്ന സ്റ്റെപ്പുകൾ തെറ്റാണെന്ന് ബോധ്യമായാൽ അത് തിരുത്തുന്നതിനോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതിനോ ഒരു ഈഗോ വർക്കൗട്ട് ആവുന്ന പ്രശ്നമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിടിഭാഷയുള്ള ആളുകളല്ല. ഞാൻ പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾ ഒരു പക്ഷേ ഏതെങ്കിലും താല്പര്യത്തിന് പുറത്തോ അല്ലെങ്കിൽ മറ്റ് തെറ്റിദ്ധാരണ പുറത്തോ ഒക്കെ തീരുമാനമെടുത്താൽ അത് പിന്നെ VD സതീശൻ അങ്ങനെ കൃത്യമായി പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ നയരൂപീകരണ സമിതി UDF ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഈ നികുതി ഘടന ഉണ്ടായിരിക്കും. അല്ല, ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകില്ല. വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ. നിങ്ങൾ നേരത്തെ ശ്രീ വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം കൂടി എനിക്ക് പറയാൻ അവസരം തരണം. അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വളരെ നന്നായി കേരളത്തിൽ ഭരണം നടത്തിയൊരു സർക്കാരായിരുന്നു. ആ ഉമ്മൻചാണ്ടി സർക്കാർ തുടർഭരണം ഇല്ലാതെ പോയത് മദ്യമാഫിയ ഇടപെട്ടത് കൊണ്ടാണ്. ഞാനും അത് അംഗീകരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവർ മദ്യമാഫിയ കോടിക്കണക്കിന് രൂപ ഇറക്കിയെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു സ്ത്രീയെ വെച്ച് പിന്നെ കള്ളക്കഥയുണ്ടാക്കി വ്യാപകമായി പ്രചരണം നടത്തിയത് നമുക്കറിയാം. പിന്നീട് തെറ്റാണെന്ന് ഈ കാലത്താണ്, ഇപ്പോഴാണ് അവർ തന്നെ പറയുന്നത് തെറ്റായിരുന്നു, മോശമായിരുന്നു, UDFനെ കുറിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ ഇല്ലാക്കഥ ഉണ്ടാക്കിയതാണ്. അല്ല, ഇപ്പോൾ നിങ്ങൾ VM സുധീരനെ ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ഇവിടെ മഞ്ജുഷേ അല്ല ഏതെങ്കിലും വ്യക്തികൾ പറയുന്ന അഭിപ്രായത്തോട് ഇപ്പം ഞാൻ കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു UDF എന്ത് നിലപാടാണോ ഈ മദ്യനയത്തിൽ സ്വീകരിക്കുന്നത്, എന്താണ് UDFന് മദ്യനയം, അതായിരിക്കും ഗവൺമെൻറ്റിൻ്റെ മദ്യനയം. അവിടെ സംശയത്തിന് എന്തിനാ സംശയം? ഇപ്പോൾ കരിമണൽ വിഷയമാവട്ടെ, കരിമണൽ കർത്ത 2,78,00,000 രൂപ മാസപ്പടി മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾക്ക് കൊടുത്തതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ന്യായീകരണം പറയാനുണ്ടോ? എന്തിനാ അവർ പലതവണ ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പതിവായിട്ട് വിമർശനങ്ങൾ വരികയാണ്. പക്ഷേ ഇവിടെ അല്ല, അതിന്റെ സംശയം ഞാൻ പറയാം. ആ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ നിക്ഷേപം, ഈ ധാതു ഇടനാഴി എന്നുള്ളതാണല്ലോ ആ പ്രയോഗം തന്നെ വന്നിരിക്കുന്നത്. മിഷൻ സമുദ്ര പോലെ തന്നെ ധാതു ഇടനാഴി എന്നുള്ളത്, അത് ധാതു മണൽ സമ്പത്ത് അതുകൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണല്ലോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബജറ്റിൽ. അങ്ങനെ വരുമ്പോൾ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആശങ്ക ഉണ്ടാകുന്നത് കരിമണലിന്റെ കാര്യത്തിൽ തന്നെയാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക അവിടെ ഇതുകൊണ്ട് ദോഷം അനുഭവിക്കുന്ന തീരദേശവാസികൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതും VM സുധീരൻ ഇന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ സമരരംഗത്തുണ്ടായിരുന്ന ആളാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന VD സതീശൻ ഈ സമരരംഗത്ത് സജീവമായിരുന്ന ആളാണ്, അവർക്ക് പിന്തുണ നൽകിയിരുന്ന ആളാണ്, പലതവണ ഈ വിഷയം ഉന്നയിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ബജറ്റിൽ തന്നെ ഈ പ്രയോഗം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ്. ശ്രീ സി.കെ. ശാക്കർ, ഈ കരിമണലിന്റെ കാര്യത്തിൽ അല്ല മഞ്ജുഷേ, നിങ്ങൾ ഈ പറഞ്ഞ പ്രയോഗം ഇന്നലെ നിയമസഭയിൽ VD സതീശൻ കൃത്യമായി പറഞ്ഞു. ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുമൊക്കെ തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്, സ്വകാര്യ മേഖലയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം നിങ്ങളിപ്പോൾ മഞ്ജുഷ വായിച്ച അതേ വാചകം അദ്ദേഹം ആവർത്തിച്ച് വായിച്ച ശേഷം ചോദിക്കുന്നുണ്ട്, ഇതിലെവിടെയാണ് സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ കൊടുക്കും അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മഞ്ജുഷ ഇന്നലെ കണ്ടില്ലേ നിയമസഭയിൽ VD സതീശൻ പറയുന്നത്?
മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് കയ്യടി മേടിച്ചയാളും മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരും, ധാതു ഇടനാഴി പൊതുമേഖലയുടെ മാത്രം പങ്കാളിത്തത്തിലാണോ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അവിടെ കരിമണൽ കർത്തയെ കടന്നു വരുവാനുള്ള അവസരം ഒരുക്കുമോ എന്നുള്ള കാര്യം. കരിമണൽ കർത്തയും അല്ല, അതിന് മുകളിലുള്ള ആളുകളും. വി എം സുധീരനും ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ അല്ല മഞ്ജുഷേ, നമ്മൾ ഈ കേരളത്തിൽ ടാക്സ് ഏർപ്പെടുത്താൻ പാടില്ല. ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭാരവും അടിച്ചേൽപ്പിക്കാതെ ഖജനാവ് നിറക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി കൂടിയായിട്ട് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ, സ്വകാര്യ മേഖലയെ വളരെ എന്താ പറയുക നിശിതമായി വിമർശിക്കുകയും ഒരുപാട് പേരെ കൊലക്ക് കൊടുക്കുകയും പാർട്ടിയാണ് CPM. അവർ തന്നെ പിന്നീട് നിലപാട് മാറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സ്വാശ്രയ കോളേജിന്റെ സമയത്ത് സ്വകാര്യ നിക്ഷേപം അനുവദിക്കും, സ്വകാര്യ നിക്ഷേപം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേരളത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടി വാങ്ങിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇന്നലെ വന്ന് നിയമസഭയിൽ പറയുകയാണ് കരിമണൽ ഖനനം ഒരു കാരണവശാലും സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാവുകയില്ല എന്ന്. അതെങ്ങനെ വിശ്വാസത്തിലെടുക്കുമെന്നുള്ള കാര്യമാണ്. അതാണ് സുധീരനും എന്ന് ചോദിച്ച ശ്രീ CK ഷാക്കിർ. ആ വിഷയത്തിലേക്ക് വരൂ. നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കണില്ലല്ലോ. ഞാൻ പറയാം. അതായത് ഈ UDFന്റെ ഗവൺമെൻറ് 37 ദിവസമായിട്ട് നടപ്പിലാക്കിയ ഏതെങ്കിലും പദ്ധതികളെക്കുറിച്ച് കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യർക്ക്, CPMകാരാവട്ടെ, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റം പറയാൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു വാചകങ്ങളിൽ കയറി പിടിച്ച് അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിലാണിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച പോലും അദ്ദേഹം മനസ്സിലാക്കിയിട്ട് നിയമസഭയിൽ അദ്ദേഹം തിരുത്തുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കല്ലേ, ബജറ്റിലെ പ്രയോഗം ഇന്ന രീതിയിലാണ്, അവിടെ നിങ്ങൾ പറയുന്നത് പോലെ വ്യാഖ്യാനിക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രയോഗമില്ല എന്ന് VD സതീശൻ നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനം കാരണം കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഈ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുമ്പോൾ ഈ സ്വകാര്യ നിക്ഷേപം സ്വീകാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM ഒരു കാലത്ത് അന്ധമായി എതിർത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതിനുവേണ്ടി അവർ പിന്നാലെ നടന്നു. എന്നാൽ ഈ സ്വകാര്യ നിക്ഷേപം ഏത് മേഖലയിലാണ് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നതിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്ക് തെറ്റുപറ്റുന്നുണ്ട്. അത് കരിമണലിലാണോ തെറ്റാണ് ശ്രീ ഹരിദാസ്, വ്യാഖ്യാനിക്കുന്നതിലെ തെറ്റുകൊണ്ടുണ്ടാവുന്നതാണോ ഈ പറഞ്ഞ പോലെ കരിമണലിന്റെ വിഷയത്തിൽ? കരിമണൽ